ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ പരോക്ഷമായി ഇടപെടുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ്. ആണവധാരണയ്ക്ക് ഇറാൻ തയ്യാറാണെന്നാണ് സൂചന എന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി അന്താരാഷ്ട്ര ആണവോർജ്ജന ഏജൻസി ഡയറക്ടർ ജനറൽ റഫാൽ ഗ്രോസിയുമായി ജനീവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇറാൻ US ആണവ ചർച്ച ഇന്ന് നടക്കാനിരിക്കെയാണ് നിർണായക കൂടിക്കാഴ്ച. ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ നേരിട്ടല്ല പങ്കെടുക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവധാരണയ്ക്ക് തയ്യാറായി എന്ന് സൂചന ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഇന്ന് ജനീവയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ നിർണായകമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. And they'll be very important. We'll see what can happen. It's been typically Iran's a very tough negotiator. They're good negotiators or bad negotiators. I would say they're bad negotiators because we could have had a deal instead of sending the B-2s in to knock out their nuclear potential, and we had to send the B-2s. I hope they're going to be more reasonable. They want to make a deal. I don't think they want the consequences of not making a deal. They want to make a deal. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സെക്രട്ടറി ജനറൽ റഫാൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തി. ജനീവയിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം ഇറാനെതിരായ സൈനിക സംവിധാനങ്ങൾ അമേരിക്ക ശക്തമാക്കുകയും ചെയ്യുന്നു. നേരത്തെ അയച്ച വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കണ് പുറമെ ജെറാൾഡ് ആർ ഫോർഡ് എന്ന കപ്പലും പ്രദേശത്തേക്ക് അമേരിക്ക അയച്ചു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ്. 12ഓളം യുദ്ധക്കപ്പലുകളാണ് അമേരിക്ക മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന നിലപാട് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വാണിജ്യ ഉപരോധങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഇറാന്റെ സുപ്രധാന ആവശ്യം. ന്യൂസ് ഡെസ്ക് ജനം.